കുഴിപ്പള്ളി ബീച്ചിലാണ് കേട്ടോ ഞാനും അയറും ഇന്ന് വന്നിരിക്കുന്നത്. ചെറായി ബീച്ചിന് തൊട്ടടുത്ത് തന്നെയാണ് കുഴിപ്പള്ളി ബീച്ച്. ചെറായി ബീച്ചിനേക്കാളും ഞങ്ങൾക്കിഷ്ടം കുഴിപ്പള്ളി ബീച്ചാണേ. കാരണം ചെറായിനേക്കാളും കുറച്ചുകൂടെ ഭംഗി കുഴിപ്പള്ളി ബീച്ചിനാണെന്നാണ് കേട്ടോ ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. ബീച്ചിൻ്റെ സൈഡിൽ കൂടെ കുറച്ചധികം നേരം നടന്നതിന് ശേഷമാണ് ഞങ്ങൾ കടലിലേക്ക് ഇറങ്ങിയുള്ളൂ. ഞങ്ങളിന്ന് 5 മണിയൊക്കെ ആയപ്പോഴേക്കും ബീച്ചിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. രാത്രി ഒരു 8 മണിയാകുമ്പോൾ ബീച്ചിൽ നിന്ന് തിരിച്ചിറങ്ങാം എന്നാണ് ഞങ്ങളുടെ പ്ലാൻ. അങ്ങനെ നടന്നുകൊണ്ടിരുന്ന സമയത്ത് എന്തോ ഒരു വലിയ സംഭവം കാണിച്ചു തരാമെന്നും പറഞ്ഞ് എൻ്റെ കയ്യിലുണ്ടായിരുന്ന വാട്ടർ ബോട്ടിലും വാങ്ങി മണ്ണിലിരിക്കുന്ന അയറൂനെയാണ് കേട്ടോ നിങ്ങളീ കാണുന്നത്. ഒരു അടിപൊളി സാധനം കാണിച്ചു തരാമെന്നാണ് എന്നോട് പറഞ്ഞത്. ഞാൻ എന്താണ് അയറു നീ ചെയ്യണേന്ന് ചോദിച്ചിട്ട് പോലും എൻ്റെ അടുത്ത് എന്താണ് സംഭവം എന്നവൾ പറഞ്ഞില്ല കേട്ടോ. അങ്ങനെ അത് കാണാൻ വേണ്ടി ഞാൻ കാത്തിരുന്നു. അവസാനം എൻ്റെ കാത്തിരിപ്പിന് വിരാമമിട്ട് അവൾ എനിക്ക് കാണിച്ചു തന്നത് ഈ സംഭവമാണ്. ഇത് കണ്ടിട്ട് ഞാൻ അവളെ എന്താണ് പറയേണ്ടതെന്ന് നിങ്ങൾ തന്നെ പറ. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കടലും കായലും ഒക്കെ നോക്കിയിരുന്നു. കായലില്ല, കടൽ നോക്കിയിരുന്നു. അപ്പോഴേക്കും ഞങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് വിശക്കാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ വിശപ്പ് മാറ്റാൻ തന്നെ തീരുമാനിച്ചു. നേരെ പോയി അവിടെയുള്ള കടയിൽ നിന്ന് 2 പഴംപൊരിയും 2 മുളക് ബജിയും വാങ്ങി ഞങ്ങൾ കഴിച്ചേ. ഇതിൽ പഴംപൊരി അടിപൊളിയായിരുന്നു, ഞങ്ങൾക്ക് 2 പേർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ മുളക് ബജിക്ക് എവിടെയോ എന്തോ ഒരു തകരാറുണ്ടായിരുന്നു. പിന്നെ അവർ തന്ന ചമ്മന്തി വലിയ സുഖം ഉണ്ടായിരുന്നില്ല. അതിൽ മുളക് പൊടി മാത്രം കലക്കിയ ഒരു ചമ്മന്തി ആയിരുന്നു കേട്ടോ അവർ തന്നിരുന്നത്. പിന്നെ ഐറൂവിന് കുൽക്കി സർബത്ത് വേണമെന്ന് പറഞ്ഞിട്ട് അവൾ മാംഗോ ഫ്ലേവറിലുള്ള ഒരു കുൽക്കി സർബത്ത് വാങ്ങി കുടിച്ചു കേട്ടോ അവിടെ നിന്ന്. ഐറൂവിന് കിട്ടിയ ഈ ഒരു കുൽക്കി സർബത്തും കുടിച്ച് ഞങ്ങൾ നേരെ പോകുന്നത് ഡ്രസ് ചേഞ്ചിങ് റൂമിലേക്കാണ്. അവിടെ ചെന്ന് ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി ഇനി ഞങ്ങളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് കടലിലിറങ്ങുക എന്നതാണ്. ഡ്രസ്സ് മാറി ഇറങ്ങിയപ്പോൾ അവിടെ തന്നെ ഒരു ഐസ്ക്രീം ഷോപ്പ് കണ്ടു. അവിടെ നിന്ന് 2 റെഡ് വെൽവെറ്റിൻ്റെ കോർണറ്റും വാങ്ങി ഞങ്ങൾ നേരെ കടലിലേക്ക് ഇറങ്ങുക എന്നത് ലക്ഷ്യമാക്കി പോവുകയാണ് കേട്ടോ. അങ്ങനെ കടലിലേക്ക് ഇറങ്ങുന്നതിന് തൊട്ട് മുൻപാണ് ഈ 2 പേരെ ഞങ്ങൾ കണ്ടത്. ഐറൂവിനെ പട്ടികൾ എന്ന് പറഞ്ഞ ജീവനാണ്. ഐറൂവിൻ്റെ വീട്ടിലും ഒരു പട്ടിയുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ഐസ്ക്രീം ഞങ്ങൾ അവർക്ക് കൊടുത്തിട്ട് നേരെ കടലിലേക്ക് ഇറങ്ങി. ആദ്യം തന്നെ കടലിൻ്റെ ചെറിയ ചെറിയ തിരകളെയൊക്കെ നന്നായിട്ടൊന്ന് ആസ്വദിച്ചതിന് ശേഷം മാത്രമാണ് കേട്ടോ ഞാൻ കടലിലേക്ക് ഇറങ്ങി ചെല്ലാറുള്ളൂ. പൊതുവേ ഞാൻ പതിയെയാണ് കടലിലേക്ക് ഇറങ്ങാറ്. കുറച്ച് സ്ഥലം പോയി ഒന്ന് ആസ്വദിച്ച് പിന്നെയും പോയി ഒന്ന് ആസ്വദിച്ച് അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ കടലിലേക്ക് ഇറങ്ങാറ്. ഐറു നേരെ തിരിച്ചാ. അവൾ നേരെ നടന്നങ്ങ് പോവും. എത്ര ആഴത്തിലിറങ്ങാനും അവൾക്കൊരു പേടിയുമില്ല കേട്ടോ. ഡ്രസ് ചേഞ്ച് ചെയ്ത് വന്നപ്പോൾ തൊട്ട് ഐറു കടലിൽ തന്നെയാണ്. ഞാനാണെങ്കിൽ കുറച്ച് നേരം സൺസെറ്റ് കണ്ടിട്ടാണ് കടലിലേക്ക് ഇറങ്ങിയത്. അവിടെ ഒരു പുതിയ കൂട്ടും കണ്ടുപിടിച്ച് ഐറു അവിടെ സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. രാത്രി ഒരു 8 മണി വരെ ഞങ്ങൾ കടലിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു. 8 മണി കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ബീച്ചിൽ നിന്ന് തിരികെ പോകുന്നത്. ഡ്രസ്സൊന്നും മാറാൻ അവിടെ വെച്ച് പറ്റിയില്ല കേട്ടോ. അതുകൊണ്ട് വീട്ടിലെത്തി ഡ്രസ്സൊക്കെ മാറി വിസ്തരിച്ചൊന്ന് കുളിക്കാനായിട്ട് പോവാണ്. തലയിലും കയ്യിലും കാലിലും എല്ലാം നല്ലപോലെ ബീച്ചിലെ മണ്ണുമുണ്ട്, ഉപ്പുവെള്ളവും ഉണ്ട്. ഇതെല്ലാം കഴുകിയൊന്ന് വൃത്തിയാക്കി എടുക്കണം ഇനി. അങ്ങനെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തലയൊക്കെ നല്ലപോലെ ഉണക്കി വൃത്തിയാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ ഞാൻ. എന്നിട്ട് വേണം നമുക്ക് ഉറങ്ങാൻ. തിരിച്ച് വരുന്ന വഴിക്ക് ഞങ്ങൾ വീഡിയോസ് എടുക്കണം എന്നൊക്കെ വിചാരിച്ചത്. 8 മണി ആയതുകൊണ്ട് തന്നെ അവിടുത്തെ ചേഞ്ചിങ് റൂം ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനൊന്നും പറ്റില്ല. പിന്നെ ഞങ്ങൾ അതിൻ്റെ പുറത്തേക്ക് തന്നെ വേറൊരു ടീഷർട്ട് വാങ്ങിയിട്ട് അത് ഇട്ടിട്ട് 2 വീലറിന് ഇങ്ങ് പോന്നു. പിന്നെ വന്ന വഴിക്ക് നല്ല മഴയായിരുന്നു. മഴ മുഴുവൻ നനഞ്ഞാണ് ഞങ്ങൾ പോകുന്നത്. എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെയൊക്കെ ഒരു യാത്ര പോകണം കേട്ടോ. നമ്മളിങ്ങനെയൊക്കെ ഒരു യാത്ര പോവുകയും നിങ്ങളുടെ തൊട്ടടുത്തുള്ള സ്ഥലം ഏതാണ് അവിടെ പോവുക. അപ്പോൾ എനിക്ക് ബീച്ച് എന്ന് പറയുന്നത് ഇവിടുന്ന് 1 മണിക്കൂർ ട്രാവലുണ്ട്. പക്ഷേ ആ 1 മണിക്കൂർ ഞങ്ങൾ പോയത് എൻജോയ് ചെയ്ത് എന്തിനാണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. എൻ്റെയും ഐറോൻ്റെയും. ഐറോൻ്റെ വീട്ടിൽ പോയി ഈ ഇവിടെ ഒരു വിൻഡോ ഉണ്ട്. ആ വിൻഡോ കൂടെ നോക്കിക്കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് കാണുന്ന വീടാണ് ഐറോൻ്റെ വീട് എന്ന് പറയുന്നത്. നല്ലപോലെ ടാനായി. ഇനിയിപ്പോൾ ഒരു പാക്കും കാര്യങ്ങളൊക്കെ ഇട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കണം, അല്ലാതെ കാര്യമില്ല. വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫോളോ ഫോർ മോർ. ബൈ ബൈ.